ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തിൽ സൈന്യത്തിനെതിരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച 16 പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്ക് ഇന്ത്യയിൽ നിരോധനം. പഹൽഗാം ഭീകരാക്രമണത്തെ ഏകകണ്ഠമായി അപലപിച്ച് ജമ്മുകാശ്മീർ നിയമസഭ. ഭീകരാക്രമണത്തിൽ ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ പ്രതിഷേധം. ഫ്രാൻസിൽ നിന്ന് 26 റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രതിരോധ കരാറിൽ ഇന്ത്യ ഇന്ന് ഒപ്പുവയ്ക്കും. കേരളത്തിന്റെ തനത് വരുമാനം 81,000 കോടിയിലെത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന കൂടിക്കാഴ്ച ഏകദേശം 40 മിനിറ്റ് നീണ്ടു. നേരത്തെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാനുമായി രാജ്യരക്ഷാമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച 16 പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾ ഇന്ത്യ നിരോധിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരമാണ് നടപടി. ഡോൺ ന്യൂസ്, സമ TV, ആരി ന്യൂസ്, ജിയോ ന്യൂസ് തുടങ്ങിയവ നിരോധിച്ച ചാനലുകളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയ്ക്കും സൈന്യത്തിനുമെതിരെ പ്രകോപനപരമായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് നടപടി. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള BBC-യുടെ റിപ്പോർട്ടിംഗിനെയും സർക്കാർ എതിർത്തിട്ടുണ്ട്. BBC റിപ്പോർട്ടിംഗും വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ ജമ്മുകാശ്മീർ നിയമസഭ ഏകകണ്ഠമായി അപലപിച്ചു. നിയമസഭയുടെ ഒരു ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിൽ ഉപമുഖ്യമന്ത്രി സുരീന്ദർ ചൌധരിയാണ് ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്. ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് സഭ അന്തിമോപചാരം അർപ്പിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹം പ്രതിഷേധിച്ചു. മെൽബണിലെ ഫെഡറേഷൻ സ്ക്വയർ മുതൽ ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ വരെയും കോപ്പൻഹേഗൻ മുതൽ കാഠ്മണ്ഡുവിലെ പാകിസ്ഥാൻ എംബസി വരെയും പ്രതിഷേധ പ്രകടനം നടന്നു. ഭീകരാക്രമണത്തെ അപലപിച്ച പ്രവാസികൾ ഇരകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് തൌഹീദ് ഹുസൈൻ ആവശ്യപ്പെട്ടു. ഫ്രാൻസിൽ നിന്ന് 26 റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രതിരോധ കരാറിൽ ഇന്ത്യ ഇന്ന് ഒപ്പുവയ്ക്കും. പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെ ഫ്രഞ്ച് അംബാസഡറും ചടങ്ങിൽ ഇരുവിഭാഗത്തെയും പ്രതിനിധീകരിക്കും. INS വിക്രമാദിത്യ, INS വിക്രാന്ത് തുടങ്ങിയ വിമാനവാഹിനി കപ്പലുകളിൽ ഇവ വിന്യസിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങളിൽ നൂതന ആയുധ സംവിധാനങ്ങളും മിസൈലുകളും ഉൾപ്പെടും. ജമ്മുകാശ്മീരിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സൈന്യം ഇന്നലെ നടത്തിയ വെടിവയ്പ്പിനെ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. കുപ്വാര, പൂഞ്ച് മേഖലകളിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പ്രകോപനമില്ലാതെയാണ് പാക് വെടിവയ്പ് ഉണ്ടായതെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ദീർഘദൂര കപ്പൽവേധ മിസൈലുകൾ പരിശീലിച്ച് ഇന്ത്യൻ നാവികസേന. ദീർഘദൂര ലക്ഷ്യങ്ങളിൽ കൃത്യമായ പ്രതിരോധം ഉറപ്പിക്കാനാണ് പരിശീലനം നടത്തിയത്. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സർവ്വസജ്ജമാണെന്ന് നാവികസേന എക്സിൽ കുറിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം സ്വദേശത്തേക്ക് മടങ്ങിയത് 537 പാകിസ്ഥാൻ പൌരന്മാർ. ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൌരത്വമുള്ളവർക്ക് രാജ്യം വിടാനുള്ള സമയപരിധി ഇന്നലെ രാത്രി 10-ന് അവസാനിച്ചിരുന്നു. അട്ടാരി അതിർത്തി വഴി മടങ്ങിയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. 1387 ഇന്ത്യക്കാർ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടുണ്ട്. പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വിതരണം ചെയ്യും. വൈകുന്നേരം രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാരദാന ചടങ്ങ്. 7 പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 139 പുരസ്കാരങ്ങളാണ് ഇത്തവണ സമ്മാനിക്കുന്നത്. കേരളത്തിൽ നിന്നും MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷണും, ജോസ് ചാക്കോ പെരിയപുറം, PR ശ്രീജേഷ് എന്നിവർക്ക് പത്മഭൂഷണും, IM വിജയൻ, K ഓമനക്കുട്ടിയമ്മ എന്നിവർക്ക് പത്മശ്രീയും സമ്മാനിക്കും. പ്രശസ്ത ചലച്ചിത്ര നടി ശോഭനയ്ക്ക് പത്മഭൂഷൺ ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
ക്യാൻസർ പരിചരണത്തിൽ ഇന്ത്യ വലിയ പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ. മഹാരാഷ്ട്രയിൽ അത്യാധുനിക ട്രൂ ബീം യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ സൌജന്യമായി നൽകുന്നുണ്ടെന്നും ശ്രീ ജെ പി നഡ്ഡ പറഞ്ഞു. लैंसेट अब ये कहने लगे है कि डिटेक्शन के बाद ट्रीटमेंट विद इन 30 डेज प्रधानमंत्री जन आरोग्य योजना के तहत 90% पेशेंट्स को उसका ट्रीटमेंट शुरू हो जाता है. बहुत सी ऐसी बातें हैं जो हमको बताती हैं कि हमारे स्वास्थ्य विभाग के लोगों ने और हमारे स्वास्थ्य कर्मचारियों ने और हमारे स्वास्थ्य फ्रेटर्निटी बहुत बढ़िया काम किया है. IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ജയ്പൂരിലെ സാവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ കഴിഞ്ഞ 3 വർഷത്തെ തനത് വരുമാന വർധന 81,000 കോടിയിലെത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഇടുക്കി നെടുങ്കണ്ടത്ത് നടന്ന ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 9 വർഷം കൊണ്ട് ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വികസനം ഉണ്ടായോ എന്ന് വിലയിരുത്തേണ്ട സമയമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസടക്കം കേരളത്തിൽ 3 സ്ഥലങ്ങളിൽ ബോംബ് ഭീഷണി. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ക്ലിഫ് ഹൌസ്, ട്രാഫിക് കമ്മീഷണറുടെ ഓഫീസ് എന്നിവിടങ്ങളിലാണ് ഭീഷണി. ഭീഷണിയെ തുടർന്ന് പോലീസ് പരിശോധന ആരംഭിച്ചു. അതേസമയം കൊച്ചി വിമാനത്താവളത്തിലും ബോംബ് ഭീഷണിയുമായി അജ്ഞാത ഇമെയിൽ വന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ സമാപനം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ കവി ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. 2024 ഏപ്രിൽ 1 ആകാശവാണി തിരുവനന്തപുരം നിലയാങ്കണത്തിൽ ആരംഭിച്ച വർഷം മുഴുവൻ വിവിധ സ്ഥലങ്ങളിലായി നടത്തിവന്ന വ്യത്യസ്തങ്ങളായ പരിപാടികൾക്കാണ് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം കുറിക്കുന്നത്. ആന്റണി രാജു MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആകാശവാണി പ്രോഗ്രാം വിഭാഗം മേധാവി വി ശിവകുമാർ സ്വാഗതം ആശംസിക്കും. പ്രഭാവർമ്മ, അശ്വതി തിരുനാൾ രാമവർമ്മ, MR ഗോപകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. സമാപന ചടങ്ങിനോടനുബന്ധിച്ച് മാധ്യമലോകം വർത്തമാനവും ഭാവിയും എന്ന വിഷയത്തിൽ ചർച്ച നടക്കും. വിഴിഞ്ഞം തുറമുഖവും ദേശീയപാതാ വികസനവും റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണവും കേരളത്തിൽ പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വടകരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൌകര്യ മേഖലയിലെ മാറ്റങ്ങൾ വികസന രംഗത്ത് വിപ്ലവമാണ് സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. പേവിഷബാധയേറ്റ് മലപ്പുറം സ്വദേശിയായ 6 വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിഗുരുതരാവസ്ഥയിൽ തുടരുന്നു. കുട്ടി വാക്സിൻ എടുത്തിരുന്നു. ഈ മാസം 25-നാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1079 പോയിന്റ് നേട്ടത്തിൽ 80,293-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 304 പോയിന്റ് ഉയർന്ന് 24,344-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 8,940 രൂപയും പവന് 520 രൂപ താഴ്ന്ന് 71,520 രൂപയുമാണ് ഇന്നത്തെ വില. കാനഡ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക്. ലിബറൽ പാർട്ടിയുടെ പ്രതിനിധിയും പ്രധാനമന്ത്രിയുമായ മാർക്ക് കാർണിയും പ്രതിപക്ഷ കൺസർവേറ്റീവ് പാർട്ടിയുടെ പിയറി പൊയ്ലീവ്രെയുമാണ് പ്രധാന സ്ഥാനാർത്ഥികൾ. സാമ്പത്തിക സ്ഥിരത, ജീവിത ചെലവ് തുടങ്ങിയവയാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ വിഷയങ്ങൾ. കാനഡയിലെ വാൻകൂവറിൽ ലാപ്പു ലാപ്പു ദിനാഘോഷം നടക്കുന്നതിനിടെ ജനക്കൂട്ടത്തിലേക്ക് കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സുപ്രധാന കോൺക്ലേവിന്റെ തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഇന്ന് നടക്കുന്ന കർദിനാൾമാരുടെ സമ്മേളനത്തിലായിരിക്കും പ്രഖ്യാപനം. ഡൽഹിയിൽ നടന്ന ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ 83 സ്വർണ്ണ മെഡലുകൾ നേടി റെക്കോർഡ് നേട്ടം കൈവരിച്ച ഇന്ത്യ ആകെ 87 മെഡലുകൾ നേടി ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തി. 3 സ്വർണ്ണവും 3 വെള്ളിയും 4 വെങ്കലവും നേടിയ ജപ്പാനാണ് 2ാം സ്ഥാനത്ത്. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തിൽ സൈന്യത്തിനെതിരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച 16 പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്ക് ഇന്ത്യയിൽ നിരോധനം. പഹൽഗാം ഭീകരാക്രമണത്തെ ഏകകണ്ഠമായി അപലപിച്ച് ജമ്മുകാശ്മീർ നിയമസഭ. ഭീകരാക്രമണത്തിൽ ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ പ്രതിഷേധം. ഫ്രാൻസിൽ നിന്ന് 26 റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രതിരോധ കരാറിൽ ഇന്ത്യ ഇന്ന് ഒപ്പുവയ്ക്കും. കേരളത്തിന്റെ തനത് വരുമാനം 81,000 കോടിയിലെത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.